Hi to all, it's me Needu. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്ചാർജ് ഓവർ എ റെക്റ്റാങ്കുലർ നോച്ച് ഓർ വിയർ അതിൻ്റെ എക്സ്പ്രഷൻ അതിൻ്റെ ഡെറിവേഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡിസ്ചാർജ് ഓവർ എ ട്രയാങ്കുലർ നോച്ച് ഓർ വിയർ എന്നുള്ള പോർഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോച്ച് ആണെങ്കിലും വിയർ ആണെങ്കിലും സെയിം എക്സ്പ്രഷനാണുള്ളത്. ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാൻ സെയിം ഇക്വേഷൻ ആണുള്ളത്. ഇപ്പോൾ ട്രയാങ്കുലർ നോച്ചിനകത്താണെങ്കിലും സെയിം എക്സ്പ്രഷൻ തന്നെയാണ് ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വെച്ചാൽ നോച്ചിനകത്തും വിയറിനകത്തും സെയിം ഇക്വേഷൻ ആണുള്ളത്. അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് ലൈനായിട്ട് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ദ എക്സ്പ്രഷൻ ഫോർ ഡിസ്ചാർജ് ഓവർ എ ട്രയാങ്കുലർ നോച്ച് ഓർ വിയർ ഈസ് ദ സെയിം. ഇപ്പോൾ നമുക്ക് എക്സാമിന് നോച്ച് ചോദിക്കുകയാണെങ്കിലും വിയർ ചോദിക്കുകയാണെങ്കിലും ഒക്കെ എന്ത് ചെയ്താൽ മതി, ഒരു ഡെറിവേഷൻ തന്നെയാണ് ഉള്ളത്. ഓക്കെ, ചിലപ്പോൾ ഡെറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ട്രയാങ്കുലർ വിയർ എന്നുള്ളതായിരിക്കാം, ചിലപ്പോൾ അത് ട്രയാങ്കുലർ നോച്ച് എന്നുള്ളതായിരിക്കും. അപ്പോൾ സെയിം എക്സ്പ്രഷൻ തന്നെയാണ് രണ്ടിനും ഉള്ളത്. ഓക്കെ, ഇവിടെ ഞാൻ ട്രയാങ്കുലർ നോച്ചിൻ്റെ അല്ലെങ്കിൽ ട്രയാങ്കുലർ വിയറിൻ്റെ ജസ്റ്റ് ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്, ട്രയാങ്കുലർ ഷേപ്പിലുള്ളത് അല്ലേ. അതാണല്ലോ ട്രയാങ്കുലർ നോച്ച് അല്ലെങ്കിൽ വിയർ എന്നൊക്കെ പറയുന്നത്. ട്രയാങ്കുലർ പോർഷനകത്തുള്ള വെള്ളത്തിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എച്ച് ആണ്. ഓക്കെ, അപ്പോൾ അതിനോട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ലെറ്റ് എച്ച് ഈക്വൽ ടു ഹെഡ് ഓഫ് വാട്ടർ എബോവ് വി നോച്ച്. വി നോച്ചിനുള്ള വെള്ളത്തിൻ്റെ അളവ് എന്നുവെച്ചാൽ നോച്ചിന് മുകളിലുള്ള അല്ലെങ്കിൽ വിയറിന് മുകളിലുള്ള വെള്ളത്തിൻ്റെ എമൗണ്ട്. വി നോച്ച് അല്ലെങ്കിൽ വിയർ കേട്ടോ, രണ്ടിനും സെയിം ആണേ, നോച്ച് ഓർ വിയർ. ഓക്കെ, അപ്പോൾ ആ ഒരു ഹൈറ്റാണ് എച്ച് എന്ന് പറയുന്നത്. ദെൻ തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് നോച്ചാണ്. ട്രയാങ്കുലർ നോച്ച് ആകുമ്പം ഈ ഒരു വി ഷേപ്പിനുണ്ടാവുന്ന ആംഗിൾ ഉണ്ടല്ലോ, ഇതിനിടയിൽ ഉണ്ടാവുന്ന ആംഗിൾ, ആ ആംഗിളാണ് എന്ത് തീറ്റ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോച്ച് ആണെങ്കിലും വിയർ ആണെങ്കിലും നമ്മളൊരു സെയിം പാറ്റേണിലാണ് അതിലെ ഡെറിവേഷൻസ് ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഡെറിവേഷൻസ് നോക്കുന്നത്. എങ്ങനെയാണ്, ഒരു സ്മോൾ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യും, ആ സ്ട്രിപ്പിനകത്ത് കൂടിയുള്ള ഡിസ്ചാർജ്, ഒരു ചെറിയ ഡിസ്ചാർജ്, ആ ഡിസ്ചാർജ് നമ്മൾ ഡി ക്യൂ എന്നാണ് പറയുക. പിന്നെ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും, ഹോൾ ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ കുഞ്ഞ് സ്ട്രിപ്പിലൂടെയുള്ള ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അതിന് നമ്മൾ എന്താ ഡിനോട്ട് ചെയ്യുക, ഡി ക്യൂ എന്നാണ് ഡിനോട്ട് ചെയ്യണേ. അപ്പോൾ ഡിസ്ചാർജ് ഡി ക്യൂ കാണണം. ഡിസ്ചാർജ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ഏരിയ ഇൻറ്റു വെലോസിറ്റി അല്ലേ. വെലോസിറ്റി എന്താണെന്ന് നമുക്കറിയാം അല്ലേ, എന്താണ് വെലോസിറ്റി, √2gh. സോ അത് ആ പോർഷൻ നമുക്ക് ഓക്കെയാണ് വെലോസിറ്റി. അപ്പോൾ അത് തിയററ്റിക്കൽ വെലോസിറ്റി ആണെങ്കിൽ √2gh, അത് ആക്ച്വൽ ആക്കാൻ വേണ്ടിയിട്ട് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ദെൻ ഏരിയ, ഈ സ്ട്രിപ്പിൻ്റെ ഏരിയ കാൽക്കുലേറ്റ്, ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള സ്ട്രിപ്പിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ റെക്റ്റാങ്കുലർ പോർഷൻ ആയിരുന്നപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്, ഇതൊരു റെക്റ്റാങ്കുലർ പോർഷനാണ്, അതിൻ്റെ എന്താ ചെയ്തത്, അതിൻ്റെ ലെങ്ത്ത് L ആണ്, അതിൻ്റെ തിക്നെസ് DH ആണ്. സോ അതിൻ്റെ ഏരിയ എന്തായിരുന്നു, L ഇൻറ്റു DH ആണ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ തിക്നെസ് അറിയാം DH ആണെന്നുള്ളത്, പക്ഷെ ഒരു ട്രയാങ്കുലർ പോർഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു ലെങ്ത്ത് എത്രയാണെന്നൊന്നും അറിയില്ല. സോ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു പോർഷൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കും, അതേപോലെ ഈ ഒരു പോർഷൻ്റെയും, അങ്ങനെ ഇതിനെ രണ്ടിനെയും കൂടി ആഡ് ചെയ്യും. അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം tan θ/2, ഇത് ആംഗിൾ ഓഫ് നോച്ചാണ് തീറ്റ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, തീറ്റ ഈക്വൽ ടു ആംഗിൾ ഓഫ് നോച്ച് ആണെന്നുള്ളത്. ഓക്കെ, സോ ഈ ഒരു പോർഷൻ മാത്രം കൺസിഡർ ചെയ്യണം. എന്താ ACO, ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ACO, അതിനെ മാത്രം കൺസിഡർ ചെയ്യണം. അപ്പോൾ ആംഗിൾ എത്രയായി, θ/2, ഇതിൻ്റെ പകുതി അല്ലേ, തീറ്റയുടെ പകുതി, θ/2. ഹൈറ്റ് എത്രയാണ്, ഇത്രയും പോർഷൻ്റെ ഹൈറ്റ് എത്രയാണ്, ഇവിടുന്ന് മുകളിലേക്കുള്ള ഹൈറ്റ് എത്രയായിരുന്നു, H ആണ് അല്ലേ. ടോട്ടൽ ഹൈറ്റ് ക്യാപിറ്റൽ H ആണ്, ഈ സ്ട്രിപ്പിൻ്റെ മുകളിലേക്കുള്ള ഹൈറ്റ് സ്മോൾ h ആണ്. അപ്പോൾ ബാക്കിയുള്ള ഹൈറ്റ് എന്താണ്, ക്യാപിറ്റൽ H മൈനസ് സ്മോൾ h. അപ്പോൾ ഈ ഹൈറ്റ് പറയാം. സോ tan θ/2 ഈക്വൽ ടു AC/OC അല്ലേ, AC/OC, tan θ/2. ഓക്കെ, AC/OC എന്ന് പറഞ്ഞാൽ ലെങ്ത് എത്രയാണ്, H മൈനസ് H, ദെൻ AC ഈക്വൽ ടു H മൈനസ് H ഇൻറ്റു tan θ/2. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇങ്ങനെയാണ് AC എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് കിട്ടിയത് എന്നുള്ളത്. ഓക്കെ, AC ഉള്ളത്. അപ്പോൾ AC എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻ നമുക്ക് കിട്ടി, ഈ ഫിഗറിനകത്ത് AC എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി, അതായത് ഈ ഒരു ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി ഇതുപോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് എന്തുണ്ട്, ഒരു ട്രയാങ്കിൾ കൂടി ഉണ്ട് അല്ലേ, ഇതവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്, ഇങ്ങനൊരു ട്രയാങ്കിളും കൂടി ഉണ്ട്. അപ്പോഴാണ് ഇവിടെ ഒരു θ/2 കൂടി വരുന്നുണ്ട്. സോ എന്താവും, തീറ്റയാവും. ഇതിന് നെയിം ചെയ്തിരിക്കുന്നത് B എന്നാണ്, CBO.
ഇങ്ങനൊരു ട്രയാങ്കിളും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസാണ് നമുക്ക് എന്ത് കിട്ടിയത്, എച്ച് മൈനസ് എച്ച് ടാൻ തീറ്റ ബൈ 2. സിമിലർലി ഇതിൻ്റെ ഡിസ്റ്റൻസും എന്താവും, അത് തന്നെയാവും എച്ച് മൈനസ് എച്ച് ഇൻറ്റു ടാൻ തീറ്റ ബൈ 2. അപ്പോൾ 2 ടൈംസ് ഓഫ് എച്ച് മൈനസ് എച്ച് ഇൻറ്റു ടാൻ തീറ്റ ബൈ 2 അല്ലേ. അതാണ് എന്ത് പറയുന്നത്, വിഡ്ത്ത് ഓഫ് ദ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വിഡ്ത്ത് ഓഫ് ദ സ്ട്രിപ്പ് ഈസ് എ ബി ഈക്വൽ ടു 2 ടൈംസ് ഓഫ് എ സി വിച്ച് ഈസ് ഈക്വൽ ടു 2 ടൈംസ് ഓഫ് എച്ച് മൈനസ് എച്ച് ഇൻറ്റു ടാൻ തീറ്റ ബൈ 2. ഓക്കെ, അപ്പോൾ അതിൻ്റെ എന്ത് കിട്ടി, വിഡ്ത്ത് കിട്ടി. ഇനി നമുക്ക് എന്താ അറിയണ്ടായിരുന്നത്, തിക്നെസ്സും അറിയായിരുന്നു. സോ ഏരിയ ഓഫ് ദ സ്ട്രിപ്പ് എന്താണ്, വിഡ്ത്ത് ഇൻറ്റു തിക്നെസ് 2 ഇൻറ്റു എച്ച് മൈനസ് എച്ച് ഇൻറ്റു ടാൻ തീറ്റ ബൈ 2. അത്രയും പോർഷൻ വിഡ്ത്ത് ഇൻറ്റു തിക്നെസ്. തിക്നെസ് എന്താണ്, ഡി എച്ച് ആണ്. ഡി എച്ച് എന്ന് പറഞ്ഞാൽ തിക്നെസ് ഉള്ള ഒരു സ്ട്രിപ്പിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കണേ. Then theoretical velocity of water through the strip equal to root 2 gh. Then discharge dq through the strip. dq equal to cd into area of the strip into theoretical velocity. ഇത് ആക്ച്വൽ വെലോസിറ്റി ആയിരുന്നെങ്കിൽ ഇവിടെ സി ഡിയുടെ ആവശ്യമില്ലായിരുന്നു. സോ തിയറട്ടിക്കൽ വെലോസിറ്റി ആണ് റൂട്ട് 2 GH. അപ്പോൾ അതിനെ ആക്ച്വൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു, സി ഡി കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, നമുക്കത് നോക്കാം. ഡി ക്യു ഈക്വൽ ടു സി ഡി ഇൻറ്റു 2 എച്ച് മൈനസ് എച്ച് ഇൻറ്റു ടാൻ തീറ്റ ബൈ 2 ഇൻറ്റു ഡി എച്ച്. അത്രയും പോർഷൻ ഏരിയ ഇൻറ്റു വെലോസിറ്റി റൂട്ട് 2 GH. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. 2 ഇൻറ്റു സി ഡി ഇൻറ്റു എച്ച് മൈനസ് എച്ച് ഇൻറ്റു ടാൻ തീറ്റ ബൈ 2 ഇൻറ്റു റൂട്ട് 2 GH ഇൻറ്റു ഡി എച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്മോൾ ഡിസ്ചാർജാണ് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ഡിസ്ചാർജ് ഓവർ ദി നോച്ച് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും, ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം ഫ്രം ദ ലിമിറ്റ് 0 to h. ക്യാപിറ്റൽ ക്യൂ അതായത് ഡിസ്ചാർജ്, ഹോൾ ഡിസ്ചാർജ് ഈക്വൽ ടു ഇൻറ്റഗ്രേറ്റിംഗ് 0 to h ഡി ക്യൂ. ഇൻറ്റഗ്രേറ്റിംഗ് ഫ്രം 0 to h 2 സി ഡി ഇൻറ്റു എച്ച് മൈനസ് എച്ച് ഇൻറ്റു ടാൻ തീറ്റ ബൈ 2 ഇൻറ്റു റൂട്ട് 2 GH ഇൻറ്റു ഡി എച്ച്. അപ്പോൾ ഇതിനകത്ത് ചെയ്യണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റൻറ്റ് ടേംസിനെ എല്ലാം ഇൻറ്റഗ്രേഷൻ്റെ ഔട്ട്സൈഡിലേക്ക് മാറ്റി 2 സി ഡി ടാൻ തീറ്റ ബൈ 2 ഇൻറ്റു റൂട്ട് 2 G. ഇവിടെ ഉണ്ടായിരുന്ന എച്ച് എന്താണ്, ഇൻറ്റഗ്രേറ്റ് ചെയ്യപ്പെടേണ്ട ടേമാണ്. സോ അതിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ട് റൂട്ട് 2 GH. സോറി റൂട്ട് എച്ച്, എച്ച് മൈനസ് എച്ച് ഇൻറ്റു റൂട്ട് എച്ച് ഇൻറ്റു ഡി എച്ച്. എച്ച് മൈനസ് എച്ച് ഇൻറ്റു റൂട്ട് എച്ചിനെ മാറ്റി എഴുതി എച്ച് റേസ് ടു 1/2 ഇൻറ്റു ഡി എച്ച്. ദെൻ ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാം, ഈ ഒരു ടേമിനെ ഞാൻ എന്ത് ചെയ്യണം, ആദ്യം ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാണ് കേട്ടോ. ഇതാ ഈ എച്ച് റേസ് ടു 1/2നെ ഈ രണ്ട് ടേംസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഈ ടേമിനെ അങ്ങ് എക്സ്പാൻഡ് ചെയ്യാണ്. എന്ത് വരും, എച്ച് ഇൻറ്റു എച്ച് റേസ് ടു 1/2 മൈനസ് എച്ച് ഇൻറ്റു എച്ച് റേസ് ടു 1/2. സ്മോൾ എച്ചും ക്യാപിറ്റൽ എച്ചും ഒക്കെ ഉണ്ട്. എച്ച് ഇൻറ്റു എച്ച് റേസ് ടു 1/2 ചേഞ്ചസ് ഒന്നും വരുത്താനില്ല. പക്ഷെ ഇവിടെ എന്ത് വരും, എച്ച് ഇൻറ്റു എച്ച് റേസ് ടു 1/2 ആണ് വരുന്നത്. എച്ച് ഇൻറ്റു എച്ച് റേസ് ടു 1/2. ഈ എച്ച് എന്താണ്, 1 ആണ്. സോ എന്ത് വരും, 1 + 1/2 വിച്ച് ഈസ് ഈക്വൽ ടു എച്ച് റേസ് ടു 3/2. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ടേം എന്തായിട്ടുള്ളത്, എച്ച് റേസ് ടു 3/2 ആയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഈ ടേം ഞാൻ ഈ സൈഡ് പറയുന്നില്ല, അത് അതുപോലെ തന്നെ ഇങ്ങനെ ഫോളോ ചെയ്ത് വരികയാണ് കേട്ടോ. ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. എച്ച് ഇൻറ്റു എച്ച് റേസ് ടു 3/2 എന്താണ്, +1 എന്ന് പറഞ്ഞ ടേം വരും. അപ്പോൾ 3/2 / 3/2 വരും. മൈനസ് 3/2 + 1 വരുമ്പോൾ എച്ച് റേസ് ടു 5/2 / 5/2 ലിമിറ്റ് 0 to h വരും. 2 സി ഡി ഇൻറ്റു ടാൻ തീറ്റ ബൈ 2 ഇൻറ്റു റൂട്ട് 2 G. ഇനി എന്ത് ചെയ്യാം, ഈ 3/2 നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പുറത്തേക്ക് മാറ്റി എഴുതുമ്പോൾ എന്താ വരിക, 2/3 ഇൻറ്റു എച്ച് റേസ് ടു 3/2. ലിമിറ്റുകളും കൂടെ ഞാൻ ഇതിനോടൊപ്പം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അവിടെ നിൽക്കട്ടെ. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഇതിനെ മാറ്റി എഴുതാം. എന്ത് വരും, ഇതിനെ ഇങ്ങോട്ട് വരുമ്പോൾ 3/2 എന്നുള്ളത് 2/3 ആവും. അപ്പോൾ ഈ ടേം പോയി ഇവിടുന്ന്. ഇവിടെ എന്താവും, 2/5 ആവും. ഈ ടേമും പോയി. അപ്പോൾ അത്രയും ഓക്കെ ആണല്ലോ. അത്രയും എഴുതി. ഇനി നമുക്ക് ലിമിറ്റുകൾ അപ്ലൈ ചെയ്യാം. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് വരുമ്പോൾ അപ്പർ ലിമിറ്റ് ക്യാപിറ്റൽ എച്ച് ആണ്. അപ്പോൾ ഈ സ്മോൾ എച്ചിൻ്റെ സ്ഥാനത്തെല്ലാം ക്യാപിറ്റൽ എച്ച് കൊടുക്കാം. എച്ച് ഇൻറ്റു എച്ച് റേസ് ടു 3/2 മൈനസ് 2/5 ഇൻറ്റു എച്ച് റേസ് ടു 5/2 മൈനസ് ലോവർ ലിമിറ്റ് എന്താണ്, 0 തന്നെയാണ്. 2 ഇൻറ്റു സി ഡി ഇൻറ്റു ടാൻ തീറ്റ ബൈ 2 ഇൻറ്റു റൂട്ട് 2 G. 2/3 ഇൻറ്റു എച്ച് റേസ് ടു 5/2. നേരത്തെ നമ്മൾ ഇവിടെ ചെയ്ത അതേപോലെ തന്നെ ഇവിടെ എച്ച് റേസ് ടു 1 ഉണ്ട്. 3/2 + 1 എന്ന് പറയുമ്പം 5/2 മൈനസ് 2/5 ഇൻറ്റു എച്ച് റേസ് ടു 5/2. 0 ടേം ക്യാൻസൽ ചെയ്ത് പോയി. 2 ഇൻറ്റു സി ഡി ഇൻറ്റു ടാൻ തീറ്റ ബൈ 2 റൂട്ട് 2 G. എന്ത് ചെയ്യാം, ഈ രണ്ട് ടേംസ്. അപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക, 2/3 മൈനസ് 2/5 അല്ലേ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 10 മൈനസ് 2 ഇൻറ്റു 5 10 മൈനസ്
2 into 3 6 divided by 3 into 5 15 which is equal to 4 by 15. ഈ രണ്ട് ടേംസിനെ എടുക്കുമ്പോൾ എന്താ വരിക 4 by 15 എന്ന് വരും h raised to 5 by 2. ഓക്കെ, രണ്ടിനകത്തും h raised to 5 by 2 കോമൺ ആണ്. സോ h raised to 5 by 2 4 by 15. ഇനി എന്താ ഉള്ളത്, ഈ 4 by 15 ഔട്ട്സൈഡ് എടുക്കുമ്പോൾ ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പോൾ 8 by 15 2 into 4 8 ആവും. 8 by 15 into CD into tan theta by 2 into root 2g h raised to 5 by 2. അപ്പോൾ ഇതാണ് നമുക്ക് ട്രയാങ്കുലാർ നോച്ചിലൂടെയുള്ള ഡിസ്ചാർജ് അല്ലെങ്കിൽ ട്രയാങ്കുലാർ വെയറിലൂടെയുള്ള ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ Q equal to 8 by 15 into CD into tan theta by 2 into root 2g into h raised to 5 by 2. റെക്ടാങ്കുലാർ നോച്ച്, ട്രയാങ്കുലാർ നോച്ച്, ട്രെപ്പിസോഡൽ നോച്ച് ഇതിൻ്റെയൊക്കെ ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. അത് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിനകത്ത് ഉണ്ടാവും. ഡെറിവേഷൻ റെക്റ്റാങ്കുലാർ നോച്ചിൻ്റെയും അതുപോലെ തന്നെ ട്രയാങ്കുലാർ നോച്ചിൻ്റെയും ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. സോ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.